ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഓട്സ് കൊണ്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാം. അതിനാദ്യം നമ്മൾ ഏത് ഓട്സ് ആയിക്കോട്ടെ നമ്മളെ കയ്യിലുള്ളത് ആ ഓട്സ് ഒന്ന് ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. നമ്മളെ കയ്യിൽ ഏതാണോ ഉള്ളതൊക്കെ. ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ബീൻസ്, ആവശ്യത്തിന് എരിവിന് പച്ചമുളക്, വേപ്പില, ഒരു കഷ്ണം സവോള, ഇതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ട ആ പാത്രത്തിന് ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓട്സ് ചൂടാക്കി എടുത്തിട്ടുള്ളത്. പാന് വെക്കുക. പാനിൽ ഞാൻ കുറച്ച് ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഒരു ഒലീവ് ഓയിലും, ഇത് രണ്ടുമാണ് ഇട്ടിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ടിട്ട് പൊട്ടിക്കുക. പിന്നെ ഒക്കെ നമ്മൾ നോർമൽ ഉപ്പുമാവ് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം സവോള ഇട്ട് കൊടുക്കുക. സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ സ്വതവേ ഉപ്പുമാവ് ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ ഓട്സിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ സവോളൊക്കെ ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസും അതിൻ്റെ കൂടെ ക്യാരറ്റും, പിന്നെ നമ്മൾ ഏതാ വെജിറ്റബിൾ ആണോ ഉള്ളത് ആ വെജിറ്റബിളൊക്കെ നമ്മൾ ആവശ്യാനുസരണം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി അരിഞ്ഞത്, വേപ്പില, പച്ചമുളക്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് അടച്ച് മൂടി വേവിച്ചെടുത്തു. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക മാത്രമാണ് ചെയ്തത് കേട്ടോ. ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നും ഈ ഓവർനൈറ്റ് ഓട്സ് കഴിച്ചിട്ട് മടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അതൊക്കെ ഒന്ന് അടച്ച് മൂടി വെച്ച് വേവിച്ച് എടുത്തു കഴിഞ്ഞാൽ ഏത് പാത്രമാണോ നമ്മൾ ഓട്സ് എടുത്തത് ആ പാത്രത്തിന് ഉള്ള അളവിനാണ് കേട്ടോ വെള്ളം വേണ്ടത്. അപ്പം നമ്മൾ ഏത് പാത്രമാണോ ഓട്സ് എടുത്തത് ആ പാത്രത്തിന് ഒരു പാത്രം വെള്ളം ആ വെന്ത് വെച്ച വെജിറ്റബിൾസിലൊക്കെ ഒഴിച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളക്കുക. നമുക്ക് എത്രയാണോ ഇനി ഉപ്പ് ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ വെള്ളം തിളച്ച് വന്നാൽ നമ്മൾ ഓട്സ് അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ അടച്ചു മൂടി വെച്ചതിന് ശേഷം ഒരു ചെറിയ തീയാക്കി വെക്കുക. ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്സ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. തുറന്ന് വെച്ച് ഒന്ന് ഇളക്കുക. ഇനി നിങ്ങൾക്ക് അതിലൊന്നും കൂടി ഒരു അടച്ചു വെച്ച് വേവിക്കുന്നതുകൊണ്ട് തന്നെ വീണ്ടും ഈർപ്പം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി തുറന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഓട്സ് റെഡി ആയിട്ടുണ്ടാവും. ഓട്സിൻ്റെ ഉപ്പുമാവ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കി കഴിച്ചത് കൊണ്ടാണ് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി കാണാം ഇൻഷാ അല്ലാഹ്.